കഞ്ഞിക്കുഴിയിലെ കരപ്പാടങ്ങളിൽ നെൽകൃഷിക്ക് തുടക്കമായി. കാർഷിക മേഖലയ്ക്ക് നിരവധി മാതൃകകൾ കാട്ടിക്കൊടുത്ത പഞ്ചായത്താണ് കഞ്ഞിക്കുഴിയെന്ന് നെൽകൃഷിയുടെ വിത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കഞ്ഞിക്കുഴിയിൽ തരിശായി കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും കൃഷിക്ക് ഉപയുക്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ പാടങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കരപ്പാടങ്ങളിൽ ആരംഭിക്കുന്ന നെൽകൃഷിയുടെ വിത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധിയായ മാതൃകകൾ കാട്ടിക്കൊടുത്ത ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ഈ ചൊരിമണലിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇന്ത്യയിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു പഞ്ചായത്തായി മാറി. ഇന്ന് കഞ്ഞിക്കുഴിയിലെ തരിശായി കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളും കൃഷിക്ക് ഉപയുക്തമാക്കി തീർക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുണ്ടേലറ്റ് പാടത്തിൽ ഇപ്പോൾ നെൽകൃഷിയിലേക്ക് നീങ്ങുന്നത്. തരിശ് കിടക്കുന്ന എല്ലാ ഇടങ്ങളും നവോത്ഥാൻ പദ്ധതിയോടുകൂടി ഭാഗമായിട്ട് ഒരു ത്രികക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാടങ്ങൾ എടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി സന്നദ്ധമാകുന്നു എന്നുള്ളതും അതിൽ പഞ്ചായത്ത് മുൻകൈ എടുത്തിരിക്കുന്നു എന്നുള്ളതും അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ്. പഞ്ചായത്ത് സൗജന്യമായി നൽകുന്ന പരമ്പരാഗത വിത്തിനമായ വിരിപ്പും മുണ്ടകനുമാണ് കൃഷിയിറക്കിയത്. 16-ാം വാർഡിൽ ഉത്തരപ്പള്ളി പുഷ്പജന്റെ കൃഷിയിടത്തിലാണ് നെൽവിത്തുകൾ വിതച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ആർ അശ്വിൻ, ജി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു.